അപ്രതീക്ഷിതമായിട്ട് 6 മാസത്തെ ഒരു ചെറിയ പരിപാടിക്ക് വേണ്ടി ഒരു രാജ്യത്തേക്ക് പോയിട്ട് ആ രാജ്യത്തിന് ഒരു ഹോംലി ഫീൽ ഉണ്ടാക്കാൻ കഴിയുമെങ്കിൽ ആ കാരണത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരാണ്. പറഞ്ഞു വരുന്നത് വേറെ ആരെയും കുറിച്ചല്ല. കിബു വിക്കുവിന് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായിരുന്ന സമയത്ത് നമ്മുടെ പരിശീലകനല്ലല്ലോ, സ്പോർട്ടിംഗ് ഡയറക്ടറായ കരോലിസ് കിങ്സ് നൂലിൽ കുട്ടിയിറക്കി ഇങ്ങോട്ട് കൊണ്ടുവന്ന ഓസ്ട്രേലിയൻ താരമായിട്ടുള്ള ജോർദാൻ മറെ. അധികം ആഘോഷങ്ങളൊന്നും ഇല്ലാതെ സൈൻ ചെയ്യപ്പെട്ട താരമായിരുന്നു ജോർദാൻ മറെ. പക്ഷേ നമ്മളുടെ എല്ലാം പ്രതീക്ഷകളുടെ അപ്പുറത്തേക്ക് മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കാൻ ജോർദാൻ മൊറയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഏറ്റവും കൂടുതൽ ഇമ്പാക്ട് ഉണ്ടാക്കിയ താരങ്ങളിൽ ഒരാളായി മാറിയ ജോർദാൻ മറയെ മറ്റു ക്ലബ്ബുകളും ലക്ഷ്യം വെച്ചു. അങ്ങനെ ജംഷഡ്പൂർ എഫ് സി താരത്തിനെ സ്വന്തമാക്കി. ജംഷഡ്പൂരിൽ നിന്ന് പിന്നെ ചെന്നൈയിൽ പോയി, വീണ്ടും അവിടുന്ന് ജംഷഡ്പൂരിൽ പോയി അത്യാവശ്യം മികച്ച കരിയർ ഇന്ത്യയിൽ ബിൽഡ് ചെയ്തെടുക്കാൻ ജോർദാൻ മറയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. ആ ജോർദാൻ മറെ അപ്രതീക്ഷിതമായിട്ടാണ് ഇന്ത്യയിലേക്ക് വന്നത്. പക്ഷേ ഇന്ത്യയെ അദ്ദേഹം ഒരു വീടായി കാണാനുള്ള കാരണം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അതിശക്തമായിട്ടുള്ള ആരാധക വൃന്ദമാണ് എന്ന് ജോർദാൻ മറെ ഖേൽനോവിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട്. ജോർദാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, വളരെ അപ്രതീക്ഷിതമായിട്ടായിരുന്നു ഞാൻ ഇന്ത്യയിലേക്ക് വന്നത്. കേവലം 6 മാസം നീണ്ടു നിൽക്കുന്ന ചെറിയൊരു ടൂർണമെന്റ് കളിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഇന്ത്യയിലേക്ക് വരുന്നുണ്ട്. ഇന്ത്യയിലേക്ക് വന്നതിന് ശേഷം 33,000 കാണികൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു അന്തരീക്ഷം എനിക്ക് നൽകിയ സ്വീകരണം വളരെ വലുതായിരുന്നു. ആ കാണികളുടെ, ആരാധകരുടെ സ്നേഹം എനിക്കിത് ഹോം അവേ ഫ്രം ദ ഹോം ഫീൽ, അതായത് വീട്ടിൽ നിന്ന് അകന്നു നിൽക്കുന്ന മറ്റൊരു വീടിന്റെ ഫീലിംഗ് നൽകിയിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഈ ഒരു രാജ്യത്തിനെ സ്നേഹിച്ചു തുടങ്ങി, ഇവിടുത്തെ ഫുട്ബോളിനെ എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങി, ഞാൻ ഇവിടെ അങ്ങ് സെറ്റിൽ ആവാൻ തീരുമാനിച്ചു എന്ന് പറയുന്നുണ്ട്. കാഴ്ച കാണാൻ വരുന്നവനെ വീട്ടുകാരനാക്കാൻ പറ്റുന്ന ഒരു ആരാധക വൃന്ദം ഇന്ത്യയിലുണ്ടെങ്കിൽ അതിന്റെ പേര് ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധക കൂട്ടം എന്ന് തന്നെയാണ്.